കൊറിയർ പിന്നെ ഹൈവേ ഡെലിവറി ഉണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ കൊറിയർ പാക്ക് ചെയ്ത് ആമസോൺ വഴിയും ഇപ്പോൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ആമസോൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആമസോൺ യൂസ് ചെയ്യുന്നത് DTDCയിൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ പുറത്തേക്കൊക്കെയാണ് കൂടുതൽ ഓർഡർ വരുന്നത്, അതർ സ്റ്റേറ്റിലേക്കാണ് കൂടുതൽ ഓർഡർ വരുന്നത്. അപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ കൊറിയർ അല്ലാതെ ഒരു കസ്റ്റമറിന് വാങ്ങണം ഡയറക്റ്റ് ആയിട്ട് വീട്ടിലേക്ക് വന്ന് വലിയ പ്ലാന്റുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൊറിയർ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആകുമ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? അങ്ങനെ ആകുമ്പോൾ നമ്മൾ തിരുവനന്തപുരം ടു കാസർഗോഡ് 2 ഭാഗത്തും ട്രിപ്പ് ഉണ്ടല്ലോ. അതൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? അത് ഞങ്ങൾ ശരിക്കും വാടക അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും കൂട്ടിയിട്ട് വാടക എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏകദേശം ഇപ്പോൾ തിരുവനന്തപുരം പോയിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ. അതേപോലെ ഇവിടുന്ന് പിന്നെ കൂടുതൽ പ്ലാൻസ് എടുക്കുകയാണെങ്കിൽ ഒരു 10-30 കിലോമീറ്റർ നമുക്ക് ഏകദേശം ആയിട്ട് ഇതിനനുസരിച്ച് നമുക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പണികളോ അല്ലെങ്കിൽ ചെറിയൊരു വാടകയിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും. പിന്നെ അതേപോലെ ഡെലിവറി ഞങ്ങൾ തിരുവനന്തപുരം ഇനി കാസർഗോഡേക്ക് ഇപ്പോൾ ഒരു 4 ദിവസം കൊണ്ട് കാസർഗോഡ് 10-ാം തീയതി 12-ാം തീയതി ഒക്കെ കാസർഗോഡ് പോകും. കാസർഗോഡ് ട്രിപ്പ് വരുന്നുണ്ടല്ലോ. ഏകദേശം ലോഡായ പോലെയാണ്. ഒരു 2-3 നാളുകൾ കിട്ടി എന്തായാലും അയക്കാനുള്ള കണ്ടീഷനായി. അതൊക്കെ നമ്മൾ വാടക അടിച്ച. പിന്നെ ഈ എന്തായാലും നമ്മൾ പറയാൻ പോകണമെന്ന് വെച്ചാൽ ഈ നമ്മൾ ഇത് കൊടുത്തു വിടുമ്പോൾ ഇവിടുന്ന് നമ്മളെ വണ്ടിയിൽ കയറ്റി വിടുമ്പോൾ സമയത്ത് നമ്മളൊരു വണ്ടി വാടകയെങ്കിലും അഡ്വാൻസ് പേയ്മെന്റ് ആയിട്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വണ്ടി ഇപ്പോൾ തിരുവനന്തപുരം പോയപ്പോൾ 2 പാർട്ടിയാണ് അവിടുന്ന് സാധനം എടുക്കാതെ വണ്ടി തിരിച്ചു പോകുന്നത്. നമുക്ക് വാടക കൊടുക്കും വേണം, ഓരോത്തിന് റിട്ടേൺ ഒന്നും ചെയ്തു. അങ്ങനെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് എന്തെങ്കിലും അഡ്വാൻസ് കൊടുത്തിട്ടാണ് നല്ലത്. അല്ല നമ്മളാരും പറ്റിക്കാനും കാര്യങ്ങളൊന്നുമല്ല. നമ്മളൊരു വിശ്വാസത്തിന് ഇതിൻ്റെ മേളിലാണ്. കൂടുതൽ ഫുൾ പൈസ വേണമെന്നല്ല, ഒരു വാടകൻ്റെ പൈസ നമ്മൾ വാങ്ങണുള്ളൂ അഡ്വാൻസ് ആയിട്ട്.